ഹായ് മുത്തോണീസ്, ഈ ഒരു ചുരിദാർ എങ്ങനെയുണ്ട്? എന്താ ഞാനിന്ന് ചുരിദാറുമായി വന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ? സെയിലൊന്നല്ല കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ ചുരിദാറാണ്. അപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചുരിദാർ ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ബീഡ്സിൻ്റെ ലോകത്തേക്ക് കയറിയപ്പോൾ ഈ ഒരു ടോപ്പിന് മാച്ചായിട്ടുള്ളൊരു ബീഡ് കിട്ടി കേട്ടോ. കണ്ടോ, ഇത് ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചുരിദാറിന് വേണ്ടി വാങ്ങി വെച്ച ബീഡ് പോലെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്താ ഒരു മാല ഉണ്ടാക്കാം. അപ്പോൾ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബീഡ്, അതിൻ്റെ കൂടെ ഒരു വലിയ ഗോൾഡൻ ബീഡ്, ഒരു ചെറിയ ഗോൾഡൻ ബീഡ്, ഇതിൻ്റെ ഹൂക്ക്. ഓക്കെ, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയും സാധനം വേണം. കൂടാതെ ത്രെഡ് വേണം. ഞാനിത് ത്രെഡിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വന്നിട്ട് കോട്ടൺ ത്രെഡാണ്. ഇതാ ഈ ഒരു ത്രെഡിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗിയർ വയറിൽ ചെയ്യുന്നവർ ഗിയർ വയറിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വയറിലാണ് ചെയ്യുന്നത്, അല്ല ഈ ഒരു ത്രെഡിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇതിനെ 2 മടക്കാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഹൂക്കിനെ ഇതിലേക്ക് കെട്ടിവെക്കും. ഓക്കെ, നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കും. എന്നിട്ട് ആ ഒരു കെട്ടിലേക്ക് കുറച്ച് ഗമ്മ് യൂസ് ചെയ്യും കേട്ടോ. അത് നല്ല രീതിക്ക് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗമ്മ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റിങ്ങിലാണ് ചെയ്യുന്നത്, ഗമ്മ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കറക്റ്റ് അവിടെ നിന്നോളും. ഓക്കെ, ഇതേപോലെ ചെയ്തു. ഇനി വന്നിട്ട് ഈ ഒരു ബാലൻസ് വരുന്ന ഈ ഒരു ത്രെഡില്ലേ, അതിൽ കുറച്ച് ഗമ്മാക്കി വെക്കും കേട്ടോ. വളരെ കുറച്ച് ഗമ്മ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് അതിനൊന്നിങ്ങനെ പിരിച്ചെടുക്കും. എന്നിട്ട് ഈ ഒരു ത്രെഡിൻ്റെ കൂടെ തന്നെ ഒട്ടിച്ച് വെക്കും. ഓക്കെ, ഇവിടെ വന്നിട്ട് ചെറിയൊരു പാർട്ട് ബാലൻസ് വന്ന് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കേട്ടോ ബാലൻസ് വരുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കോർക്കാം. അപ്പോൾ കോർക്കുമ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു വലിയ ഗോൾഡൻ ബീഡാണ് കേട്ടോ കോർക്കുന്നത്. അടുത്ത വന്നിട്ട് ഈ ഒരു ബീഡ്, ഗ്രീൻ ബീഡ്. അപ്പോൾ ഈ ഗ്രീൻ ബീഡ് ഒരു 20-25 ബീഡ് വരെ കോർക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രീൻ ബീഡ് 25 ബീഡ് വരെ കോർക്കട്ടെ. 2 3 6. കണ്ടോ, ഞാനിവിടെ 23 കോർത്തിട്ടുണ്ട് കേട്ടോ. 23-25 വരെ കോർക്കാം. ഓക്കെ, ഇനി വന്നിട്ട് ഈ ഒരു റിങ്, ഈ ഒരു ചെയിനില്ലേ, ഹൂക്കിൻ്റെ ഈ ഒരു ചെയിന് ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് കോർത്ത് വെക്കാണ്. കണ്ടോ, അപ്പോൾ ഒരു 2-3 ചുറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ ചുറ്റി വെക്കും കേട്ടോ, ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിലൂടെ. എന്നിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കെട്ടി വെക്കുമ്പോൾ ലൂസായി വരില്ല, അതവിടെ കറക്റ്റ് നിന്നോളും.
അപ്പോൾ 2 3 ചുറ്റി കെട്ടിയിട്ട് കെട്ടി വെക്കാം. കാണുന്നുണ്ടോ? ഇവിടെ കുറച്ച് ഗമ്മ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു ധൈര്യത്തിനാണ്. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, അഴിഞ്ഞു പോകുമോ എന്നൊരു സംശയമായിരിക്കും. ഇത് കോട്ടൺ ത്രെഡാണ്, അഴിഞ്ഞു പോകത്തില്ല. എന്നാലും എന്തിനാണ് നമുക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതേപോലെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാം. ഇനി വന്നിട്ട് നമുക്ക് ബാലൻസ് ബാക്കി ഇനിയും ബീഡുണ്ടല്ലോ, ചെറിയ ഗോൾഡൻ ബീഡ് നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ ത്രെഡിൽ തന്നെ കോർത്തെടുക്കണം. ഫസ്റ്റ് വന്നിട്ട് ചെറിയ ബീഡ് കോർക്കാം, എന്നിട്ട് വലിയ ബീഡ്. കണ്ടോ? ഈ ഒരു രീതിയിൽ കോർത്ത് പോവാം. ചെറിയ ഗോൾഡൻ ബീഡ് ഇവിടെ വലിയ ബീഡല്ലേ, അത് വലിയ ഗോൾഡൻ ബീഡ് കോർത്തു. ഇവിടെ വന്നിട്ട് ചെറിയ ബീഡും ഒരു വലിയ ബീഡും. ഓക്കെ, അപ്പോൾ എണ്ണം അധികം വരും. നമുക്ക് 23 ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു 40 എന്തായാലും വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ബീഡിൻ്റെ സൈസ് ഡിഫറെൻ്റ് അല്ലേ, കുഞ്ഞു ബീഡിൻ്റെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എണ്ണം മാറ്റം വരും. അപ്പോൾ നമുക്കൊരു 40 കോർത്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 40 എണ്ണം കോർക്കട്ടെ. അപ്പോൾ ഇവിടെ ഇത് തികയാതെ വന്നാൽ ബീഡ്സ് ഇനിയും എടുക്കേണ്ടി വരും. എന്നാലും 40 എന്തായാലും 40 വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതേപോലെ കോർത്തെടുക്കുകയാണ്. പിന്നെന്താ, ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ബാൻഡൊക്കെ ചെറിയ റേറ്റിന് ഇപ്പോൾ സെയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടായ ഫോളോയബിലിറ്റീസ് എന്നുള്ള അക്കൗണ്ടിലേക്ക് വന്നിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. അവിടെ ഒരു ബീഡ് എക്സ്ട്രാ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അഴിച്ചെടുക്കാനുള്ള മടി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റി, പൊട്ടിച്ചു മാറ്റി. അതാണ് എന്താ പറഞ്ഞത്, എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഫോളോയബിലിറ്റീസ് തന്നെയാണ് അക്കൗണ്ടിൻ്റെ പേരും, സ്പേസ് ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. ചെറിയ റേറ്റിന് ഹെയർ ബാൻഡ് ഇപ്പോൾ ഉണ്ട്. അതേപോലെ എന്താ, അത് ബിസിനസ്സായിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അപ്പോൾ കുറച്ച് ബൾക്കായിട്ട് ഹെയർ ബാൻഡ് വാങ്ങിയിട്ട് സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടെ കൂടാം. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം എത്ര റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളോട് സംസാരിക്കുന്നതിന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ എന്തെങ്കിലും വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടെ വരെ വന്നില്ലേ. അപ്പോൾ നിങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം. എന്താണ് പണത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇപ്പോൾ റേറ്റ് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോവാതെ നിങ്ങൾ റീസൺ പറയാം. അത്രയും ക്യാഷ് കയ്യിലില്ലാന്നോ, അല്ലെങ്കിൽ താല്പര്യമില്ല എന്നാണെങ്കിൽ ഓക്കെ. അല്ലാതെ ക്യാഷ് കയ്യിലില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് എന്താണെങ്കിലും ഞങ്ങളോട് ഷെയർ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക പോകാൻ വഴി ഉണ്ടാവും. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കൂടെ സംസാരിക്കാൻ വീട്ടമ്മമാരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കേട്ടോ. നിങ്ങൾ വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് ബോറടിച്ച് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നതും ചെയ്യാത്ത വർക്ക് സെയിലിൽ വെക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാം. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യമായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഡെയിലി സമയം മാറ്റി വെക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ മാറ്റി വെച്ചതാണ് ഇതിന് വേണ്ടി മാത്രമല്ല, കുറച്ച് ആക്രി സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പതിയെ
ഈ ഒരു ഫീൽഡിലേക്ക് മാറി. പിന്നെ എന്തോ ഇത് ഒരു ബിസിനസ്സായി സ്റ്റാർട്ട് ചെയ്താൽ എന്താ എന്ന് ഒരു ചിന്ത വന്നു. അങ്ങനെ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ തന്നെ വലിയ റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കുഞ്ഞു റേറ്റിന് കുറച്ച് ബീഡ്സ് വാങ്ങി ചെയ്തു, സെയിൽ ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് വീണ്ടും വാങ്ങി. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കാതെ നമുക്ക് സന്തോഷം തരുന്നത് എന്താണോ, ആർട്ടാണെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്യാം കേട്ടോ. അത് ചെയ്തിട്ട് ലൈഫിൽ കിട്ടുന്ന ഒരിത്തിരി ഡെയിലി ഒരു അരമണിക്കൂർ നമ്മൾക്ക് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, യാത്ര ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ നേടണം, എന്താ പറയുക, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ആ ഒരു ഫീൽഡിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളെ താങ്ങി നടക്കാനോ പിന്നിൽ സപ്പോർട്ട് ചെയ്ത് നടക്കാനോ ഒന്നും ആരും ഉണ്ടാവണമെന്നൊന്നുമില്ല. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അതിനുള്ള ധൈര്യം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്, ഇതേപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മനക്കരുത്, എന്താ പറയുക, ഒന്നുമില്ല. അങ്ങനെയുള്ളവർ ചെയ്യാം. എന്തോ പറയാൻ ഉദ്ദേശിച്ചു, പക്ഷെ അത് കറക്റ്റ് വന്നില്ല. ഞാൻ പറയുന്ന വാക്ക് പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് എല്ലാവരും എന്നെ പൊങ്കാലിടാൻ വരും. ധൈര്യമുണ്ടെങ്കിൽ ചെയ്തോ എന്നൊക്കെ പറയും. അതുകൊണ്ട് അതവിടെ നിർത്തി കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ചിലർക്ക് ബ്യൂട്ടി കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. പാട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാട്ട് ഡെവലപ്പ് ചെയ്യാം. ഡ്രോയിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ചെറിയ പൈസ ഒക്കെ കൊടുത്തിട്ടുള്ള കോഴ്സൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്യാം. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ലൈഫ് ഒന്നും അല്ലാതാക്കരുത്. അപ്പോൾ പിന്നെ വീടിൻ്റെ പണി, ബുദ്ധിമുട്ട്, മക്കൾ എന്നൊക്കെ പറയും. അതൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണോ? അതെല്ലാം നമ്മുടെ ലൈഫിൽ വരേണ്ട കാര്യങ്ങളാണ്. അത് അതിൻ്റെ വഴിക്കങ്ങ് നടക്കും. എനിക്കുണ്ട് 2 കുഞ്ഞു കുട്ടികളുണ്ട്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിൽ നിന്ന് തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം കേട്ടോ. ഞാൻ എന്താ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ആളിങ്ങനെ എനിക്കൊന്നിനും പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. അവൾ ഈ വീഡിയോ കാണുമ്പോൾ സമയം കിട്ടുന്നില്ല അങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമയമൊക്കെ നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ എന്താ, നമ്മൾ കണ്ടെത്താം നമുക്ക് വേണ്ട സമയം, അത്ര തന്നെ. മുപ്പത്തൊൻപതായി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ 2 ആളെ കണ്ടു. മുപ്പത്തൊമ്പതല്ലേനോ പറഞ്ഞത്? നാൽപ്പത്. ഓക്കെ, അടിപൊളി. 40. ഇതിൽ ഒരു 2 എണ്ണം കൂടെ നമുക്ക് കോർക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ചില സമയത്ത് എന്തൊക്കെയോ സംസാരിച്ചു. നിങ്ങൾക്ക് അതിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലായവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഫ്രീ ടൈം എന്നല്ല, നമുക്ക് സമയം കിട്ടും. നമുക്ക് കിട്ടാത്ത സമയമൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സമയം കിട്ടും. എല്ലാത്തിനും സമയം കിട്ടും. ഞാനൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ വിചാരിക്കും, ഈശോ വീട്ടിലെ പണി എന്താ കഴിയാത്തത് എത്ര എടുത്തിട്ടും തീരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ചിന്തിച്ചിട്ടില്ല, പണിയെടുക്കോ എവിടെ എത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മൾ തന്നെ നമുക്ക് സമയം മാറ്റി വെച്ചപ്പോൾ ഇത് സംഭവിച്ചു. ആ ഒരു സമയം ബാക്കിയാണ് കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം ബാക്കിയാണ്.
എല്ലാ കാര്യങ്ങളും ചെയ്യാനും. എന്നിട്ടും കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയം വരെ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു മോഡലായില്ലേ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ലോക്കറ്റ് പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നോക്കാം. എന്നിട്ട് ഇതിവിടെ അവസാനിച്ചു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഗോൾഡൻ ബീഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻഡിലും ആ ഒരു ഗോൾഡൻ ബീഡ് ഇടാൻ മറക്കരുത്. ഈ ഒരു ലോക്കിൽ കോർക്കാം. ഒരു 2 പ്രാവശ്യം ഒന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ വലിച്ചേക്കാം കേട്ടോ. കോർക്കാം. എന്നിട്ട് തൊട്ടിപ്പുറത്തെ ബീഡിനെയും കൂടെ ത്രെഡിനെയും കൂടെ കൂട്ടിയിട്ട് കെട്ടിവെക്കാം. കറണ്ട് പോയടോ. അപ്പോൾ ഈ ഒരു കെട്ട് ലൂസാവാതെ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നല്ല രീതിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഒരു കെട്ട് ലൂസാവാതെ, കെട്ടല്ല, ഈ ഒരു ത്രെഡ്. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചേ? ഞാനിത് ജസ്റ്റ് ഒന്ന് അഴിക്കട്ടെ. ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ കെട്ടഴിച്ചിട്ട് അതിനിടയിൽ ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കി കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ വന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു ലോക്കറ്റ് പോലെ ചെയ്തിട്ട് അപ്പോൾ അത് കണ്ണാടിയിൽ നോക്കണം എന്നൊരു തോന്നലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്ന് നോക്കി കെട്ടഴിച്ചു. എന്നിട്ട് ജസ്റ്റ് ഗമ്മാക്കി വെച്ചു. നല്ല രീതിക്ക് കെട്ടി വെച്ചു. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ മറക്കരുത്. ഗമ്മാക്കുന്നത് സേഫാണ്, പെട്ടെന്ന് അഴിഞ്ഞ് വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കോട്ടൺ ത്രെഡാണ്. രണ്ട് ഇതില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കട്ടിയിൽ നിൽക്കുന്നത്. അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇനി അടുത്ത സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ചെറിയ ത്രെഡ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ തന്നെ യൂസ് ചെയ്യുന്നതാണ്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് വന്നിട്ട് ഇനി ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ 1-2 ബീഡിൻ്റെ ഉള്ളിലൂടെ തിരിച്ചു പോവാം. ഓക്കെ, പരമാവധി കുറച്ച് ബീഡിൻ്റെ ഉള്ളിലൂടെ പോകട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഐഡിയ വരുന്ന നോക്കടാ. ഇത് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാമല്ലേ. ഇത് അടിപൊളി കേട്ടോ. ഇതിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിരിച്ചു വെച്ചപ്പോൾ ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച മാല കേട്ടോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച മാല. അതിനിടയിൽ വേറെ ഐഡിയ ഒക്കെ വന്നതാണ്. ഇനി വന്നിട്ട് നേരത്തെ കണ്ടില്ലേ ലോക്കറ്റ് പോലെ തോന്നിച്ചത് ഇവിടെ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കാം കേട്ടോ. എന്നിട്ടൊരു ലോക്കറ്റ് പോലെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ
അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗിയർ വയർ എടുത്തിട്ട് ലോക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സെൻറ്ററിൽ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. കണ്ടോ, ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ അവിടെ ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്നാമത് രാത്രിയാണ്, ഇതിൽ ശബ്ദത്തിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗിയർ വയർ കൊണ്ട് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. ചുമ്മാ നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മാല നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഒരു ഐഡിയ വന്ന സ്ഥിതിക്ക് അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ചെയ്ത് നോക്കുന്നതല്ല. അതിൻ്റെ ഇടയിൽ ആ ഗോൾഡൻ ബീഡ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ 1 മുതലേ ഓർക്കേണ്ടി വരും. അതും ഒരു ടാസ്ക്കാണ്. ജസ്റ്റ് ഗിയർ വയർ 2 ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടോ ഇങ്ങനെ വെച്ചു. ഇനി നമുക്കിതിൽ ആ ഒരു ഗോൾഡൻ ബീഡില്ലേ വലുത്, അതിനെ ജസ്റ്റ് ഇതിലേക്ക് കോർത്ത് നോക്കാം. ഓക്കെ, ഇതൊരു കുഞ്ഞ് ബീഡ് കൂടെ കോർത്തിട്ട് ഇതൊന്നും സേഫല്ലേ, ചുമ്മാ ഒന്ന് ഒന്ന് ആക്കിയെന്നുള്ളൂ കേട്ടോ. അത് ഗിയർ വയർ ചുമ്മാ ഒന്നിങ്ങനെ പിരിച്ച് വെച്ചതാണ്. പക്ഷേങ്കിൽ അടിപൊളിയാണ് കേട്ടോ, സംഭവം അടിപൊളിയാണ്. കണ്ടോ, ഒരു ലോക്കറ്റ് പോലെ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. പെട്ടെന്നൊന്നും അഴിഞ്ഞ് വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടവർ ഇങ്ങനെയും ചെയ്യട്ടോ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച വർക്കും അതിൻ്റെ കൂടെ പുതിയൊരു വർക്കും കൂടെ നിങ്ങൾക്ക് കിട്ടിയില്ലേ, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഇനി വന്നിട്ട് ബാലൻസ് ഇത്രയല്ല കേട്ടോ, ഇവിടെയുണ്ട് കുറച്ച് ബീഡുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും കാണുന്നത് അതേ മോഡൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തട്ടം കണ്ടെത്തട്ടെ. ഓക്കെ, ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 മടക്കായിട്ടാണ് എടുത്തത്. ഇതാണ് അളവ് കേട്ടോ, കറക്റ്റ് എൻ്റെ കൈയുടെ അളവാണ് ഞാൻ എടുത്തത്. ഇനി വന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബാലൻസ് വന്ന ബീഡ്സ് കോർക്കാം. അപ്പോൾ ഗിയർ വയർ ആണ് എടുത്തത് കേട്ടോ. ഞാൻ ഈ ഒരു എലാസ്റ്റിക്കിൽ വെക്കാൻ വേണ്ടിയിട്ട്, കോർക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് കോപ്പർ വയർ കേട്ടോ. ഗിയർ വയർ എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞു പോവും. കോപ്പർ വയറാണേ. ഇത് കോർക്കാം. ഗോൾഡൻ ബീഡ് കോർക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പകുതി വരെ ഇതേ മെത്തേഡിൽ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് റഫായിട്ടൊന്ന് കെട്ടുന്നുണ്ട്. അവസാനം അഴിച്ചു മാറ്റാം കേട്ടോ. ഇതിൽ ബീഡ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോർക്കാം. ചെറിയ ബീഡും വലിയ ഗ്രീൻ ബീഡും കോർക്കാം പകുതി വരെ. അപ്പോൾ ഞാനത് പകുതി വരെ കോർത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് നമ്മുടെ വലിയ കോട്ടൺ ബീഡിനെ അതെടുക്കണം. അപ്പോൾ അത് ഞാൻ ഇവിടെ വെക്കട്ടെ. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഗ്രീന് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വലിയ ഗോൾഡൻ ബീഡ്
ഈ ഗ്രീൻ ബീഡ്. അടുത്ത വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തേത് കഴിഞ്ഞു. ഇതും ഞാൻ കയ്യിലിട്ട ബ്രേസ്ലെറ്റും സെയിമാണ് കേട്ടോ. കളർ ഡിഫറൻസേ ഉള്ളൂ. ഞാനിപ്പോൾ കയ്യിൽ വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് സെയിം മോഡലാണ്. ഇനി വന്നിട്ട് മാറ്റം വരും കേട്ടോ. ഇതേപോലെ ഗോൾഡും ഈ ഒരു ഗ്രീൻ ബീഡും കോർക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടല്ല, നമ്മുടെ കയ്യിൽ അളവ് എത്രയാണോ അത്രയും കോർക്കാം. അപ്പോൾ ഈ ഒരു ബീഡ് മുഴുവനായിട്ടും കോർക്കാം. ഞാൻ ഈ 2 ബീഡ് കമ്മലിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേങ്കിൽ എന്താ തികയില്ല. കണ്ടോളേ, എനിക്കത് 2 ചൊറയായിട്ട് കിട്ടണം, മാലയ്ക്ക് മാച്ച് ആയിട്ട് കിട്ടണം. അപ്പോൾ വന്നിട്ട് ഇത്രയും ബാലൻസ് ഇതേപോലെ വരുന്നു കേട്ടോ. എന്തായാലും ആ 2 ബീഡ് കോർത്തില്ലേ, ഇനി എന്ത് ചെയ്യണം? ബാക്കി വരുന്നത് ഈ ഒരു ഗോൾഡൻ ബീഡ് തന്നെ കോർക്കാം. വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് വരുന്നൊരു ബീഡുണ്ട്, അത് വന്നിട്ട് ഇത് വേണമെങ്കിൽ എനിക്കത് കോർക്കാം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഈ കണ്ടിന്യൂറ്റി ബീഡ്സ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി അതേപോലെ ചെയ്യട്ടോ. ഇനി വന്നിട്ട് നമ്മളിപ്പം ഇങ്ങനെ കോർത്തു. ഇതിപ്പോൾ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇതേപോലെ വരും കേട്ടോ. കണ്ടോ, ഇതേപോലെ വരും. അപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ 2 എണ്ണം കോർത്തില്ലേ, അതിനെ ഒന്നിനെ ജസ്റ്റ് പുറത്തെടുക്കാം. എന്നിട്ട് ഇവിടെയുള്ള ഗ്രീൻ ബീഡില്ലേ, ഈ 2ൻ്റെയും സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ നടുവിലൊരു ബീഡുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ ഇതിനെ എടുക്കാം. ഈ 2 ചെറിയ ഗോൾഡൻ ബീഡും വലിയ ഗോൾഡൻ ബീഡും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഓ മൈ ഗോഡ്. ഓക്കെ, ഞാൻ സൂചിയിൽ നിന്ന് കഴിഞ്ഞ് പോയതാണെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എങ്ങനെ കോർക്കും എന്നുള്ളൊരിത് വന്നു കേട്ടോ. ഗിയർ വയറായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു 2 ഗോൾഡൻ ബീഡ് കോർക്കാം. ഓക്കെ, അടുത്ത വന്നിട്ട് ചെയ്യേണ്ടത് നേരെ ഇങ്ങനെ വന്നിട്ട് ഇത് മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു ചെറിയ ബീഡും ഗോൾഡൻ ബീഡും വരുന്നതിൻ്റെ സെൻറ്ററിൽ ബീഡിലൂടെ കോർത്തു. ഇത് ബീഡ് തികയാത്തത് കൊണ്ട് 2 ഗോൾഡൻ ബീഡ് എടുത്താണ് കേട്ടോ. കാണുന്നുണ്ടോ? ഇനി വന്നിട്ട് ഇതിൻ്റെ അറ്റം നമുക്ക് ഇതിൻ്റെ കൂടെ കോർക്കാം.
അറ്റം കോർക്കാനല്ല കേട്ടോ, കെട്ടാനാണേ. അയ്യോ, ഏറ്റവും എൻഡുള്ള ഭാഗം 2 ഭാഗവും കൂടി കെട്ടി വെക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടോ, ഇങ്ങനെയാണ് വരിക കേട്ടോ. ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് നോക്കാം. അടാ, രക്ഷപ്പെട്ടു. ഞാൻ സ്പോട്ടിൽ പറയുന്ന രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വെച്ചാൽ മുത്ത് തികയാതെ വരുമ്പോൾ ചെറിയൊരു ടെൻഷനിലാണ് ഈ 2 ബീഡ് കോർത്തത്. പക്ഷേ കണ്ടോ, ആ 2 ബീഡിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് അഴിച്ചെടുക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ, ഇത് വന്നിട്ട് ഇവിടെ കെട്ടി വെക്കാം. അതിൻ്റെ ഇടയിൽ അത് ഞാൻ ഇവിടെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഇപ്പുറത്തെ അറ്റം അഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും കുറച്ച് സമയം എടുത്തു അത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്, കോർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വന്നിട്ട് ഈ ഒരറ്റം കെട്ടി വെക്കാം. ഗം യൂസ് ചെയ്യാം. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാം. ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ, ഇതേപോലെ അറ്റം വരും. അത് ഒരു ചെറിയൊരു പ്രശ്നമാണ്, പക്ഷേങ്കിൽ നല്ല എലാസ്റ്റിക്കാണ് കേട്ടോ, അങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ 2-3 കെട്ട് കെട്ടാം, അത്രയേ ഉള്ളൂ കേട്ടോ. വർക്ക് കഴിഞ്ഞു. ഉറക്കം വരുന്നതുകൊണ്ടായിരിക്കും എൻ്റെ എനർജിയും പോകുന്നുണ്ട്, എന്തൊക്കെയോ പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് കെട്ടി വെച്ചു. ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പം നമ്മളെ വർക്ക് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരും കേട്ടോ ബ്രേസ്ലെറ്റ്. ഇത് വന്നിട്ട് ചെറിയ ബീഡ് വെച്ച് കാണുന്നുണ്ടോ? ഓ സോറി. ഇവിടെ വന്നിട്ട് ചെറിയ ബീഡ് വെച്ചിട്ടുള്ളത്, ഇവിടെ വന്നിട്ട് വലിയ ബീഡ്. അപ്പം 2ൻ്റെയും സെൻറ്ററിൽ കൂടെ അങ്ങ് ജോയിൻ്റ് ചെയ്ത് പോയി, കണ്ടോ? അപ്പോൾ മാലയ്ക്ക് മാച്ചായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് കൂടെ സെറ്റായിട്ടോ. അപ്പോൾ കമ്മൽ കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. കമ്മൽ സിമ്പിളായിട്ടുള്ള കമ്മൽ, ജസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബീഡ് തീർന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനെ കൊണ്ട് ഒരുപാട് ലോങ് ആയോ വീഡിയോ? ഇതും ഏകദേശം ഇതിനേക്കാൾ ചെറിയൊരു ഡിഫറൻസാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചീരിട്ടത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിനെക്കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു കമ്മലുണ്ടാക്കാം. ഓൾറെഡി മാല കുറച്ചു കഴുത്തിൽ 2 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കമ്മലിൽ നമ്മളധികം വർക്ക് കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു
അഭിപ്രായം. സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിലിനി വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. ഇത് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ റൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു സാധനമില്ലേ, അത് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ ആർട്ട് വർക്ക് ചെയ്യുന്ന റൂമിൽ, ജ്വല്ലറി മേക്കിംഗ് വർക്ക് ചെയ്യുന്ന റൂമിൽ ആയിപ്പോയി. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഡൈനിങ് റൂമിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതേപോലെ ഒന്നുകൂടി ചെയ്തെടുക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആയാൽ ഞാൻ തന്നെ ബുദ്ധിമുട്ടും. എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ വലുപ്പമാണ്. അടുത്ത വന്നിട്ട് കുറച്ച് ചെറുതാണ് കേട്ടോ. ഹെഡ് പിന്നാണ് ഞാൻ പറഞ്ഞത്. ഹെഡ് പിന്ന് ഇത് കുറച്ച് വലുതാണ്, ഇത് ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരാണ് എന്ന രീതിയിൽ, നമ്മൾ അടുത്തിരിക്കുമ്പോൾ സംസാരിക്കില്ലേ, അതേപോലെ സംസാരിച്ച് പോകുന്നതാണ്. അപ്പോൾ സംസാരം അധികമാണ് എന്ന് തോന്നുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുറക്കാൻ പറ്റുമോ നോക്കാം. ഇതേപോലെ സെറ്റ് ചെയ്തു. ഇനി വന്നിട്ട് ഈ ഒരു ഹൂക്ക് എടുക്കാം. ഇതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഞാനിപ്പോൾ ആ റൂമിൽ പോയിട്ട് എടുക്കേണ്ടി വരുന്നു. ഈ ഒരു ചെറുതും ഒരു വലുതും കോർക്കട്ടോ. കണ്ടോ? കഴിഞ്ഞു. നമ്മുടെ കമ്മലിൻ്റെ വർക്കും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗത്താണ് ചെറുത് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതിലും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഫ്രണ്ടിൽ ചെറിയ ഹെഡ് പിന്നിൽ വെച്ച സാധനം ബീഡ് കോർക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ടബേക്കിൽ വലുത്. അപ്പോൾ ഇതേ ഓർഡറിൽ കോർക്കാൻ നിൽക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കമ്മൽ സെറ്റായി. അപ്പോൾ ഇത് കറക്റ്റ് ഈ കളറല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിപ്പം പകൽ വെട്ടത്ത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന്. പിന്നെ കണ്ണിൽ നല്ല രീതിക്ക് ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ ഒട്ടും മനസ്സിലാവാത്ത രീതിയാണ്. അപ്പം ഇതാണ് കേട്ടോ വർക്ക്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, വീഡിയോ ഓൾറെഡി ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വർക്കില്ല, കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ.
ഇത് കണ്ടോ, ഇത് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് വരുമാനമില്ലാത്തൊരു സമയമുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇതിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയ ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങിയ ഒരു ടോപ്പാണ്, ഒരു ചുരിദാറാണ് കേട്ടോ ഇത്. പാൻറ്റും ഷോളും ടോപ്പും കോട്ടനാണ്. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് കഴിവാണോ അതൊന്ന് ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ കമ്മൽ ഈ ഒരു ടോപ്പിൽ വെച്ചിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും എനിക്കിത് കയ്യിലെടുത്തപ്പോൾ വലിയ സന്തോഷം വന്നു കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഉറങ്ങുന്നവർക്കൊക്കെ ചുമയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കാലാവസ്ഥ ഇങ്ങനെ മാറുന്നതുകൊണ്ട് എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്ത് അഭിപ്രായമായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്റ്റാ അക്കൗണ്ട്, ഫോളോ എബിലിറ്റീസ് എന്ന ഇൻസ്റ്റാ അക്കൗണ്ടിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. മെറ്റീരിയൽ വാങ്ങണം എന്ന് ഉള്ള ഉദ്ദേശത്തോടെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.